എന്റെ ഈമാനുള്ള മുസ്ലിമീങ്ങള്, പരിശുദ്ധ ഖുർആനെ വറായത്തല്ലേ എന്നാണ് തുടക്കത്തിൽ ഓതിയത്. എല്ലാ ഓരോ വെള്ളിയാഴ്ച പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയ ഏതെല്ലാം പള്ളിയിലെ നിലനിൽക്കടാ, ആ എല്ലാ പള്ളിയിലെ ഖുതുബത്തെ മിമ്പറിലെ ഖതീബ് ഖുതുബ ഓതുമ്പോ ആ രണ്ട് ഖുതുബ ഓതുമ്പോ ഒന്നാമത്തെ ഖുതുബ തീരുമ്പോ അവസാനത്തിൽ ഓതിയ വറായത്തുണ്ടല്ലേ. ഈമാനുള്ള മുസ്ലിമീങ്ങള്, ആ ആയത്തിനെ ಬಗ್ಗೆ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിരാറാ. യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂല ഫഖദ് ഫാസ ഫൗസൻ അദീമാ. ഹിദായത്തിൽ ഈമാന്റെ പ്രകാശത്തെ കാത്തു സൂക്ഷിച്ച കൻകജ മുഅ്മിനീങ്ങള്, നാളെ മരണപ്പെട്ടതിൽ പിന്നെ ഖബറുകു കഫനു തുണിയിൽ പൊതിയപ്പെട്ട നിലക്ക് പറമ്പുത്തുകൂ ജീവനത്തിലാകെ സകലതും വിചാരണ ചെയ്യുന്നുകൊണ്ടു ചുണ്ട ബോധത്തോട് ജീവിക്കൊരാള് മാറ്. ഈ ലോകം അവസാനിക്കൊണ്ടുകൊണ്ടു ഈ കാണ്ടതെല്ലാം നശ്വരമാണ്, അതെല്ലാത്തിനും ഒരു പരിധിയുണ്ടോ, സമയമുണ്ടോ ചൊല്ലിട്ടു അന്ത്യനാട് കൊണ്ട് വിശ്വസിക്കുന്ന ഈമാനുള്ള മുസ്ലിമീങ്ങള്, നിങ്ങൾ അല്ലാഹുടെ പേടിക്കണോ, നിങ്ങൾ അല്ലാഹുടെ പേടിക്കണോ, അല്ലാഹുടെ പേടിക്കണോ, തഖ്വ ചെയ്യണോ ചൊല്ലിങ് എന്തിര ഈമാനുള്ളങ്ങള്. അല്ലാഹുടെ റസൂൽ സ്വഹാബത്തിലിട്ട് ചൊല്ലുടൂ അത്തഖ്വാ ഹാഹുനാ, അത്തഖ്വാ ഹാഹുനാ. പേടി ഈ ഭാഗത്തിലാണ് സ്വഹാബ, പേടി ഈ ഭാഗത്തിലാണ് സ്വഹാബ. അല്ലാഹു തഖ്വ ചെയ്യരെ അല്ലാഹുടെ പേടിക്കലേ ചൊല്ലിങ് എന്തിര കൊണ്ടുണ്ട ഈമാനുള്ളങ്ങള്. അല്ലാഹു കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, അല്ലാഹു വിരോധിച്ച എല്ലാ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണോ. ഓരോ മനുഷ്യന്മാർക്കും ഞാൻ എത്ര വലിയ തഖ്വയുള്ളവനോട് ക്വാലിഫൈ ആക്കണോ കാബടു. ഓരോ മനുഷ്യന്മാർക്കും അവന്റെ സ്വന്തം ജീവനത്തെ കണ്ടിട്ട് അവന് അല്ലാഹു കൽപ്പിച്ച എത്ര കാര്യങ്ങളാക്കറാണ്, അല്ലാഹു വിരോധിച്ച എത്ര കാര്യത്തെ അവന് വേണ്ട ചൊന്ന് ഉപേക്ഷിക്കറാണ്. അതനുസരിച്ച് ഓരോ ആളുമാർക്കും തഖ്വയുള്ളവനോ, എത്ര തഖ്വ ഇന്നവനോ ചൊന്ന് സ്വന്തം ജീവനത്തെ ಬಗ್ಗೆ ജഡ്ജ്മെന്റ് ആക്കണോ കാബടു. അതാണ് പരിശുദ്ധ ഖുർആൻ ചൊല്ലുടേ. നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണോ, എന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ചൊല്ലുടോ. അതേ നിങ്ങൾ അല്ലാഹുവിനെ പേടിക്കണോ ഈമാനുള്ള മുസ്ലിമീങ്ങള്. വഖൂലൂ ഖൗലൻ സദീദാ. ഏതൊരു പലക ചൊല്ലുമ്പോഴത്തേക്കും നിങ്ങളെ നാവുല എന്തിനെ പലക പറയുമ്പോഴത്തേക്കൂ ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദ് സ്വാഗതം ചൊല്ലുമ്പോഴത്തേക്കും രണ്ട് വിഷയം ചൊല്ലു. അല്ലാഹുവിന്റെ റസൂൽ ചൊന്ന രണ്ട് സന്ദേശത്തെ കൂടെ ചൊല്ലല്ലേ, സാന്ദർഭികമായി ഈ സദസ്സിനെ ഓർമ്മപ്പെടുത്തി തല്ലേ. അതിൽ ഒന്ന് ചൊന്നത് നിങ്ങൾ ഒരു പലക വരിടെങ്കിൽ അതിൽ ഖൈറുണ്ടാ, നിങ്ങൾ പലക വരിയണോ. അതല്ലേ നിങ്ങൾ പലക വരിയാണ്ട് തീക്കണോ. നാവുക ശക്തി കൊണ്ടോ സ്വന്തം ഉണ്ടോണായവളല്ല ഈമാനുള്ള മുസ്ലിമോ. നമുക്ക് പലക വരിയണു തീറോ. നിന്റെ പലകത്തെ കൂടെ അംഗീകരിക്കുന്ന ആളുമാറുള്ളാറ്. ഞാൻ പ്രചോദനകാരി ഭാഷനാക്കെങ്കില് ആ പ്രചോദന കൊളക അവിടെ ആളുമാറുള്ളാറ്. അഥവാ നിന്റെ പലക കേട്ടിട്ട് ഏത് സമുദായത്തെ ടാർഗറ്റ് ആക്കണു തയ്യാറാവിടെ ആളുമാറുള്ളാറ്. നിന്റെ പലക കേട്ട് ഏത് ആളുമാരെ മെറ്റാക്കാക്കണു തയ്യാറാവിടെ ആളുമാറുള്ളാറ്. നിന്റെ പലകത്തുക ബലയുണ്ടോ, നിന്റെ നാവ് ചലാവനാവിടേക്ക് ആ ശക്തിക്ക് അല്ലാഹു നക്ക് ബല തന്നറാ. നക്ക് ആരോഗ്യമുണ്ടോ ചൊല്ലെ നിനക്ക് എന്നും പലക പറയനായ ആളല്ലല്ല ഈമാനുള്ള മുസ്ലിമോ. ഒരു മുസ്ലിമായ മനുഷ്യന്റെ നാവുല പറഞ്ഞായ പലകത്തെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിറ. അല്ലാഹുവിന്റെയും അന്ത്യനാളുടെ വിശ്വസിക്കുന്ന ഈമാനുള്ള മുസ്ലിമേ ഫൽയഖുൽ ഖൈറാ. അവന്റെ നാവുല പണ്ട് പലക ഖൈറ മാത്രാവുന്നു. അതല്ലാ നിന്റെ പലകത്തിൽ ഖൈറില്ലാണ്ട് കണ്ടെങ്കിൽ നിന്റെ പലകത്തിൽ ഭിന്നഭിപ്രായ വരവ് സാധ്യതയുണ്ടോ. നിന്റെ പലകത്തിൽ കുടുംബത്തിൽ കലഹ വരണു സാധ്യതയുണ്ടോ. നിന്റെ പലകത്തിൽ നിരക്കരലുള്ള വാതാവരണ കലുഷിതമാവണു സാധ്യതയുണ്ടോ. നിന്റെ പലകത്തില് ആ പലക പണ്ടത് എഴുത്ത് രൂപത്തിലാണെങ്കിൽ പോലും നിന്റെ എഴുത്ത് മുഖാന്തര സമുദായത്തിൽ ഭിന്നഭിപ്രായ തലതോരണു സാധ്യത കൊണ്ടുകൊണ്ട് കണ്ടെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ നിന്റെ ചൊല്ലു മുസ്ലിമേ, നിന്റെ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലുന്നു ഫൽയസ്മുതു. അവന്
ಅವನು ನಾವಡೆ ಪಂದವಾಟಂಡ ಅವನು ಪಲಕವರಿಯಂಡ ಅವನು ಎಂದಂಡ ಈ ಸಮುದಾಯತೆ ಸಮಾಜತೆ ಅವನು ಭಿന്നിಪಾಕಂಡ ಕುಟುಂಬത്തിൽ ಅವನು ಕಲಹ ഉണ്ടാക്കണ്ട നിരക്കരുടെ ബാന്ധവ്യത്തെ അവನು തകർക്കൊണു ശ്രമിക്കണ്ട ചങ്ങായിമാരുടെ ഒടനാട്ടത്തിൽ അവನು പിരുകുമൂടുപാട്ടണ്ട അള്ളാഹുടെ പള്ളിയിൽ വന്നിട്ട് പോലും മോശമായ പ്രവർത്തനങ്ങൾക്ക് അവന് കാരണക്കാരനാവണ്ട അള്ളാഹുടെ പരിശുദ്ധ ഖുർആൻ ചൊല്ല ആയത്താണ് ഞാൻ വ്യാഖ്യാനിക്കുന്ന മുസ്ലിമീങ്ങള് വഖൂലു ഖൗലൻ സദീദാ നിങ്ങൾ അള്ളാഹു പൊരുത്തപ്പെട്ട പലക മാത്രം ചൊല്ലണു ഇത് എത്ര വലിയ ഗൗരവമുള്ള വിഷയമുണ്ട് ഈ ആശയത്തിന് ബദ്ധമായി ജീവിച്ച ഞങ്ങളുടെ മുൻഗാമികളായ നേതാക്കന്മാർ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഒരു രായത്തെ വലിയ ഒരു പ്രഗൽഭനായ മുദർരിസ പള്ളിയിൽ ദർസ് നടത്തിയിരുന്ന ചൊമ്മ വിശദീകരിക്കില്ല ചില വിഷയത്തെ ഷോർട്ടാക്കിയിട്ട് നാ ചൊല്ലേ ശരിക്കും ആലോചനക്കല്ലോ ഞങ്ങളെ ഇതേ ഭാഷ ആയതുകൊണ്ട് പിന്നെ ആർക്കും അങ്ങനെ ഒരു ഗൊന്തൽ എന്താവുന്നെങ്കിൽ അർത്ഥായിട്ടില്ല അല്ലെങ്കിൽ ആ സെന്റൻസ് അർത്ഥായിട്ടില്ല ആ പദം അർത്ഥായിട്ടില്ല മനസ്സിലായിട്ടില്ല ചൊല്ലിക്കാൻ കേട്ട് ഒരു വിഷയം എന്തുമില്ല എന്തിനു ചൊന്നെങ്കിലും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അർത്ഥം അൽഹംദുലില്ലാ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ഓരോ പള്ളിയിലും റബീഉൽ ആഖിർ തിങ്ങളുടെ റാത്തീബും ഖുതുബിയത്തും നേർച്ചലാക്കി അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ദർസ് നടത്തുന്ന വലിയ മുദർരിസ ഔത്തുകു ബീഗെട്ടിട്ടാണ് പള്ളിക്ക് പോകേണ്ട ദർസ് നടത്തുന്നത് മുതഅല്ലിമീങ്ങൾ ഇൽമു ചൊന്നു കൊടുത്തിട്ടു നിസ്കാരത്തിന് നേതൃത്വം കൊടുത്തിട്ടു ദുആത്തിന് നേതൃത്വം കൊടുത്തിട്ടു സമുദായത്തിന് ഇസ്ലാമിന്റെ സന്ദേശത്തെ ചൊന്നു കൊടുത്തിട്ടു ജാവാമ്പത്തേക്ക് ഇങ്ങനെ മെല്ലെ പള്ളി ഔത്തുകു വന്നിട്ട് മെല്ലെ അവ തുറക്കണക്ക് നോക്കുമ്പോ കൊണ്ടല്ലേ ദൂരത്തിൽ പറയുമ്പോ അവ ഓപ്പൺ ആക്കി വെച്ചിട്ട് കണ്ട് ബായ് സഡൻ ആശ്ചര്യാവും ഇതെങ്ങനെ ആരവ തുറന്നേ അവ ബന്ധാക്കി പോയെങ്കിൽ രണ്ടാമത് തുറക്കുന്നു അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ഇതാറിങ്ങനെ തുറന്നു മെല്ലെ മുട്ട വന്നിട്ട് ആ ബായിൽ ഇങ്ങനെ വാരായ ബായിലെ ഉൾക മെല്ലെ ഇങ്ങനെ തലയിട്ട് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഒരു ബാലകാര കക്കൊണുക വന്നിട്ട് ഗോതിരിങ്ങനെ ഗോണിക നിറച്ചുകൊണ്ടുള്ള ഭാരി ഭാരി അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ തല ഇങ്ങനെ ഉൾകെട്ടിട്ട് ഇങ്ങനെ നോക്കുമ്പോ ബാലകാര നിർച്ചു പോകുന്നു കക്കൊണുക വന്നയാള് റെഡ് ഹാൻഡ് ആയിട്ട് കിട്ടി പോകുമ്പോഴത്തേക്ക് നെർച്ചി പൂന്നില്ലെങ്കിലല്ലേ ആശ്ചര്യം ഈ ബാലകാരൻ നെർച്ചി പോർത്തു കക്കൊണുക വന്ന അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ എന്താക്കിയത് ആലോചന പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശത്തെ മനസ്സിലാക്കിയ ആളുമാരെ ജീവന ശൈലിയും ആ സന്ദേശത്തെ മനസ്സിലാക്കിയിട്ട് ജീവന നടത്തുനായ കനിക്കത്തെ ഞങ്ങളെ ജീവന ശൈലിയുള്ള വ്യത്യാസവും ആ വ്യത്യാസ കാരണം കൊണ്ട് സമാജത്തിൽ ഞങ്ങൾക്ക് നിർമ്മാണമായ വാതാവരണ ഞങ്ങൾ മനസ്സിലാക്കും അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ കണ്ടിട്ട് നിർച്ചി പോന്നിട്ട് കൊണ്ടല്ല ആള് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ചൊല്ലും മോനെ ആഗോതി വേണ്ട ആഗോതി രണ്ട ഗോതി ഉൾക നല്ല തോലെടുത്ത് നല്ല ഫ്രഷ് നല്ല ക്വാളിറ്റി ഗോതി ഉൾകൊണ്ട് സീതറപ്പ ഉൾക പണ്ട് ബാലകരുടെ കൈ പിടിക്കരുത് ഇട്ട ഗോതിരല്ല ഗോണിരെ ചൊരിക്കിട്ട് ഉൾക കൂട്ടിയോ നല്ല ഫ്രഷ് നല്ല ക്വാളിറ്റി ഗോതിരെ ഗോണിക്ക് നിറച്ചിട്ട് ബായി കെട്ടിട്ട് ഉദ്ദാക്കിട്ട് ഈ ബാലകരുടെ കുഞ്ചി വയ്ക്ക് സുബ്ഹാനല്ലാഹ് കുഞ്ചിക്ക് വെച്ചിട്ട് നിന്റെ അവയോടെ കള്ളക്ക് കൈകാൽ പേർന്നോണ്ട് ഇന്ദിരാക്കരുത് കൊന്തയോട്ടില്ല ഔത്തെ ജമാണമേ ബന്ധരമ അല്ല വേറെ ഒരാള് ബന്ധരമ കക്കൊണു തന്റെ കണിക്കുമേ എന്ത് തലക്ക് പോയോട്ടില്ല അപ്പൊ ഈ ആള് കള്ളിങ്ങനെ പേടിച്ചോണ്ടിരിക്കുമ്പോ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ കേക്കട് അല്ല മോനെ നിന്റെ റായോടെ നിന്റെ അവയോടെ അപ്പ കള്ള ചൊല്ലു കക്കൊണുക പറഞ്ഞ ആള് ചൊല്ലു നന്റെ റാ ഇന്നെ ജാഗ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ഈ ജാവായത് കൊണ്ട് നീ ഓർത്ത പോണ്ട നിന്റെ കൂടെ നാ പണ്ട നിന്റെ എവിടെ നിന്റെ ഔത്തവിടെ നേരത്ത് വേണ്ട അങ്ങനെ ഒട്ടിಗೆ പോണ്ട നടന്നിട്ട് കള്ളയുടെ ഉൾഗത്തിൽ ഭയങ്കര പേടിയുണ്ടോ എന്തൊരു വിഷയമായിട്ട് ഇനി എന്തൊരാഘോഷമുള്ള എനിക്ക് ബോധയില്ല അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ വലിയ മുണ്ടാസം കെട്ടിട്ട് വലിയ താടിയും വെച്ചിട്ട് ഇങ്ങനെ കള്ളയുടെ ഒട്ടിಗೆ പോയോണ്ട് ആ കള്ള അവസാനം ബാലകാര ചൊല്ലും നന്റെ അവയെത്തി ഇന്ന ജാഗില നന്റെ അവ ചൊല്ലുമ്പോ അഹ്മദ് കബീർ റിഫായി തങ്ങൾ ആ കൈയുടെ പിടിച്ചിട്ട് ചൊല്ലു നാണ ഔത്തുക വന്ന് നൂളുമ്പോ എന്റെ ഔത്തെ ബായിൽ തുറന്നു വെച്ചത് കണ്ടത് ആ തുറന്നു വെച്ചത് കാണുമ്പോൾ സാധാരണ നാ പറയുമ്പോ നാ ബന്ധാക്കി പോയ ബായിൽ നാണയെ തുറക്കിടെ ആരും വന്നിട്ടിക്കില്ല തുറന്നിട്ടിക്കില്ല ഇണ്ട് നാ പറയുമ്പോ തുറന്നിട്ടിരുന്നത് കണ്ടിട്ട് അതീസായിട്ടാണ് നാം എല്ലാം ഇങ്ങനെ തലയിട്ടിട്ട് ആറായും കൊള്ളാറാണ്ട് നോക്കിരേ പക്ഷെ നാ നോക്കുമ്പോ നിങ്ങൾ നെരിച്ചു പോകുന്നതാറ് പേടിച്ചിറാറ് നക്ക് നിങ്ങളെ പേടിപ്പാട്ടുണ്ടോ ചുണ്ട യാതൊരു ഉദ്ദേശവും ഇല്ല നിങ്ങളെ പേടിപ്പാട്ടുണ്ടോ നെരിച്ചു പൂൽപാട്ടുണ്ടോ മനസ്സിനെ ഒന്ന് പേടിപ്പാട്ടുണ്ടോ ചുണ്ട ഉദ്ദേശത്തോടു കൂടിയുള്ള നോട്ടല്ല നന്റേതത് എങ്കിലും എന്റെ നോട്ട കൊണ്ട് നിങ്ങൾക്ക് പേടിയായിര് നിങ്ങളുടെ മനസ്സിന് പേടിയാ അവിടെ തര
തലത്തിൽ ആ ഒരു നോട്ടം നോക്കിയേക്ക് നക്ക് നിങ്ങൾ പൊരുത്തപ്പെടുന്നു, മാഫാക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇത് എന്തൊരു ആശയ, ഇത് എന്തൊരു ആശയ, ആര് പഠിപ്പാടിയ ആശയ ഇത്. അവിടെയാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മഹത്വത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ ചൊല്ലു, നിങ്ങളെ പേടി പാട്ടൊക്കെ എനിക്ക് അവർ നോട്ട നിന്റെ ഭാഗത്തിൽ വന്നുപോയേക്ക് നക്ക് നിങ്ങൾ പൊരുത്തപ്പെടുന്നു, മാഫാക്കുന്നു. ആ ബാലകാർ അതീശായിക്കൊണ്ട് കൈക്കാല് ബറക്കോ തുടങ്ങി. എന്തിനാ ഇത് ആറായിട്ടിക്കും? അവസാനം ആള് ചൊല്ലു, ഞാൻ പൊരുത്തപ്പെട്ട് നിങ്ങൾക്ക് മാഫാക്കിയ. എന്നിട്ട് ആള് നേരെ ഔത്തുക പോണ്ട്. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ സന്തോലത്തിൽ പിറകുകൊണ്ട് നന്റെ നോട്ട കൊണ്ട് ഒരാളുടെ മനസ്സുക്ക് പേടിയായിട്ട് ആ ആളിട്ടിക്ക് ഞാൻ പൊരുത്തപ്പെടിച്ചാ ചൊല്ല കൽക്കത്തെ സന്തോല ഞങ്ങം പൊരുത്തപ്പെടിക്കറ ആളുമാരട്ടിക എപ്പ എല്ലാ ആക്കടെ അന്യായം എല്ലാക്കിട്ട് അവസാനം ഒരു ഉംറത്ത് ഭർത്താവൻ ഹജ്ജി ഭർത്താവൻ അപ്പുറം പൊരുത്തപ്പെടിക്കൽ പോയി. എന്തിന് യാരെ കൊണ്ടി വന്നിട്ട് നിങ്ങൾക്ക് മാഫാക്കണം? എന്തേ ഉണുകൊണ്ടുണ്ട് ഹജ്ജിക്ക് പോകുമ്പോൾ 4-5 ലാക്ക് പേര് തണ്ണി കിട്ട കണിക്കാവില്ലേ? നിസ്കരിക്കോ പറയുമ്പോ പുറത്തുപെടുപാട്ടില്ല. നിസ്കരിക്കോ പറയുമ്പോ നക്കിനി പുറത്തുപെടും. ഹജ്ജി പോകുമ്പോ പുറത്തുപെടിക്കുന്നതിന് വേണ്ടിയിട്ട് ഹജ്ജിൽ അള്ളാഹു കബൂലാക്കാല. അപ്പൊ നിസ്കാരത്തെ കബൂലാക്കൂ, റമളാന്റെ നോമ്പുടെ അള്ളാഹു കബൂലാക്കൂ. ഒരു മുസ്ലിമായ മനുഷ്യന്റെ മനസ്സുകൾ നൊമ്പല അവിടെ പ്രവൃത്തി നിന്റെ ഭാഗത്തിൽ എഴുത്ത് മുഖാന്തരമാ, വാക്ക് മുഖാന്തരമാ, പ്രവൃത്തി മുഖാന്തരമാ വന്നെങ്കിൽ ആ ആളുടെ പുറത്ത് പിടിക്കുന്നത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ കർത്തവ്യല്ലേ? അത് ഹജ്ജിക്ക് പോകുമ്പോഴത്തേക്ക് മാത്രം സീമിതാക്കി ആര്? അടുത്ത വഖത്തിൽ നിന്റെ ഭാഗത്തിൽ ഒരാൾക്ക് നൊമ്പലായെങ്കിൽ നീനെ നിസ്കരിക്കുന്ന നിന്റെ അടുത്ത നിസ്കാര അള്ളാഹു കബൂലാക്കണമെങ്കിൽ ഇത് നീ പുറത്തു പിടിച്ചിട്ട് വേണ്ടി. ഹജ്ജിക്ക് പോകുമ്പോ ഉംറത്തുക്ക് പോകുമ്പോ വലിയ സംഖ്യ നിസ്കാരത്തുക്ക് ഉൾപ്പെടെ ചെലവില്ല, ധർമ്മത്തുക അവിടെ. അതുകൊണ്ടാണ് ഇത് വലിയ വിഷയമായില്ല. ഏതായാലും ഞാൻ ചുരുക്കിച്ചുണ്ട്. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾക്ക് ആള് പുറത്തുപ്പെട്ട ചൊല്ലു. അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു സന്തോഷത്തിൽ മടങ്ങിട്. എന്നിട്ട് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുടെ പരിചയപ്പെട്ട ആളുക സുൽത്താനുൽ ആരിഫീൻ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ നിന്ന് പ്രമുഖനായ ഒരാളെ ഔത്തുകാണ് കക്കൊണുക പോയേ ചുള്ളത് കൊന്തായിട്ടേ ഇല്ല. ബാലകാരക സുബൈദോല കിടന്നിട്ട് വറക്ക് വണ്ടില്ല. പടച്ചോണ് ആ ഔത്തുകാണ് അല്ലാഹുവാണ് കക്കൊണുക പോയത്. ഏത് ഔത്തുകാണ് പടച്ചോണ് എന്നാണ് ഇന്ന് കക്കൊണുക പോയത്. ആ മനുഷ്യന്റെ സ്വഭാവം എന്തൊരു സ്വഭാവമാണ് അല്ലാഹ്. ആ മനുഷ്യൻ ഏത് ആശയത്തിലാണ് അല്ലാഹ്, എന്ത് ആദർശത്തിലാണ് പടച്ചോണ്. എന്നിട്ടതാ എങ്ങനെങ്കിലും സുബഹി ആയതിന് പിന്നെ ഇന്നലെ ജാബുക കക്കൊണുക വന്ന് അതേ ഔത്ത ലക്ഷ്യമാക്കിയിട്ട് ഏത് അത് 6 ആളുണ്ട് കണ്ടുപിടിക്കൊണുക വേണ്ടി അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ പരിചയമില്ലാതെ ഇന്നലെ ജാബുക കക്കൊണുക വന്ന ബാലകാര തേടിയോട് പോയിട്ട് അവസാനം അവ കണ്ടിട്ടാകുമ്പോ ഇന്നലെ ബന്ധതുപോലെ ബന്ധാക്കിയിട്ടുണ്ടോ? അവിടെ ഉള്ള ആളുമാരുടെ പരിചയ കേൾക്കുമ്പോത്തുകൂ, അടയാളത്തെ ചൊന്നിട്ട് പരിചയ കേൾക്കുമ്പോത്തുകൂ, ആ താടിനെയും ആ മുണ്ടാസിനെ വിവരിച്ചിട്ട് പരിചയപ്പെടുത്തുക വേണ്ടി ആളുമാരുടെ ആവശ്യപ്പെടുമ്പോത്തുകൂ ആ റായത്തെ ആളുമാർ ചൊല്ലുടെ അഹ്മദുൽ കബീർ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന കനികത്തെ ഒരു ആലിമാണ്. അയാൾ ഇന്ന ജാഗല ഇന്ന ദർസിൽ പള്ളിയിലെ ദർസിൽ മുദരിസായിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, ബാലകാർ അതേ ജാഗക്ക് പോണ്ടു. എന്നിട്ട് അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ ദർസ് നടത്തിയ ജാഗര നോക്കണോ. അല്ലാഹുവിന്റെ വലിയായ സുൽത്താനുൽ ആരിഫീനായ അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ ദർസ് നടത്തിയ ജാഗക്ക് പോകുന്നു. ഇന്നലെ ജാവുക പരിചയപ്പെട്ട ആളാണെങ്കിൽ പോലും മനസ്സിനെ കൊള്ളുക വല്ലാത്ത പേടിയാണ്. കാരണം ഇന്നലെ ജാവുക നണ്ടെന്തും അയാളാക്കിയിട്ടില്ല. പക്ഷെ ഇന്റെ അയാളെ മുന്നിൽ 100 കണക്കിന് ശിഷ്യന്മാരുണ്ടോ, നല്ല നല്ല ബാലകാരമാർ അയാളെ കൂടെ വെച്ചിട്ടുള്ളാറ്. അങ്ങനെ ഒട്ടികമീത്ത് ഒരേ ഒരു പലക ഇന്നലെ ജാവുക നന്റെ ഒത്തുക കക്കുണുക പന്നോട്ട് മീത്ത് ചൊന്നുപോയെങ്കില് അങ്ങനെ എന്താക്കിരുവാറ് ചൊല്ല പേടിയാണ്. എന്നിട്ടതാ പള്ളിയുടെ മൂലയിൽ നിന്നിട്ട് ഇങ്ങനെ തല ഉൽകെട്ടിട്ട് അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇന്നലെ ജാവുക കക്കുണുക വന്നപ്പോ പരിചയപ്പെട്ട കനികത്തെ ബാലകാരുടെ കാണുമ്പോത്തുകൂ അല്ലാഹുവിന്റെ വലിയായ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ അതാ ജാഗര വേഗ എഞ്ചിട്ട് ഓടി വന്നിട്ട് എത്തരമാ വർഷത്തിൽ പിരിസാക്കിയ ഒരു ചങ്ങായിരെ സുമാറ് നാള് കഴിഞ്ഞിട്ട് കീട്ടുമ്പൊത്തുകൊല്ല സന്തോളത്തിന് പോലെ എത്തരമാ വർഷത്തിലുണ്ട് കൂടെ ജീവിച്ച ചങ്ങായിയായ ഒരാള് നഷ്ടപ്പെട്ടിട്ട് രണ്ടാമത് കിട്ടുമ്പത്തുകൊണ്ട് അവിടെ സന്തോള ഏത് രൂപത്തിലേക്കുവാ അതേ സന്തോളത്തെ മുഖ
മുഖപ്രസന്നതയോടെ വന്നിട്ട് ഈ ബാലകാരുടെ കൈപിടിച്ച് കൂട്ടിയോ പോയി ദൈപ്പാട്ട്. സുബ്ഹാനല്ലാഹ്, ഈ സ്വഭാവം കണ്ടിട്ട് അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ഈ ഒരു പ്രവൃത്തി കണ്ടിട്ട്, പെരുമാറ്റം കണ്ടിട്ട്, ഈ ഒരു ആദർശ ബോധം കണ്ടിട്ട് ആ ബാലകാരനായ ആള് പിൻകാലത്തിൽ ചൊല്ലുള്ളൂ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ വഫാത്താവുടത് വരേക്കും അയാളെ ശിഷ്യത്വത്തെ ഞാൻ സ്വീകരിച്ചിന്ന്. തന്റെ ജീവിതത്തിൽ എന്തെല്ലാം കളങ്ക വന്നോണ്ടിന്ത, തന്റെ ജീവിതത്തിൽ എന്തെല്ലാം വേണ്ടാത്ത പ്രവൃത്തി വന്നോണ്ടിന്ത, എന്തെല്ലാം അന്യായാക്കിരേ, ആറുകെല്ലാം വേണ്ടാത്തതാക്കിരേ, അതെല്ലാത്തിൽ നിന്ന് മടങ്ങിട്ട് പൊരുത്തപ്പെടിച്ചിട്ട് തൗബ ചൊന്നോട്ടു. അള്ളാഹു പൊരുത്തപ്പെട്ട മാർഗത്തിൽ ജീവന നടത്തുന്നു തുടങ്ങിയ ഒരു ജാവിടെ വാത് കേട്ടിട്ട് ബദലാവനായതല്ല, 3-4 വാത് കേട്ടിട്ടായ ബദലാവനയല്ല, അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ ഓതിട്ട് ബദലാവന വന്നതല്ല, അള്ളാന്റെ ഖുർആന്റെ ഹാഫിദായ കാരണത്തിൽ വന്ന ബദലാവനയല്ല. അള്ളാന്റെ വലിയുടെ ഒരേ ഒരു നേരത്തെ പ്രവൃത്തി കൊണ്ടിട്ടു, അള്ളാന്റെ വലിയുടെ ജീവനത്തെ ആദർശബോധം കണ്ടിട്ട്, ആ സ്വഭാവം കണ്ടിട്ട്, സംസ്കാരം കണ്ടിട്ട് ഒരു ബെടക്കായ ഒരാളെ നല്ല തിരക്ക് ഗുണപരുടുകയില്ലേ? അതാണ് ഈമാനുള്ളങ്ങനെ പരിശുദ്ധ ഖുർആൻ ചൊല്ലുടെ, അതാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ചൊല്ലുടെ. ഏത് റസൂൽ കൊണ്ടുണ്ടാണ് ഇങ്ങനെ സംസ്കരിക്കണുക വന്ന റസൂലാണ്, ഇങ്ങനെ ജീവിതത്തിൽ ആദർശത്തെ കാട്ടിത്തരണുക വന്ന റസൂലാണ്. വേണ്ടാത്ത പ്രവർത്തനത്തിൽ നിന്ന് സന്മാർഗത്തെ തെരുക്കു ഗുണപരണുക വേണ്ടി അള്ളാഹു നിയോഗിച്ച കനികച്ച പ്രവാചകനാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ മിമ്പറിൽ ഓതിയ ഖുതുബത്തുൽ ചൊല്ലുടു വഖൂലു ഖൗലൻ സദീദാ. അല്ലാഹ് പൊരുത്തപ്പെട്ട നിരക്ക് മാത്രം നിങ്ങൾ പലക പറയൂണോ. എന്നിട്ടതാ ഖുതുബത്തെ ഒന്നാമത്തെ ഖുതുബ അവസാനിക്കുമ്പോ പിന്നെ ചൊല്ലുടു എന്തെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കണോ, എന്തെങ്കിലും അള്ളാഹു പൊരുത്തപ്പെട്ട തരത്തിൽ മാത്രം പലക പറയൂണു. യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങളെ അമൽ നല്ലാക്കണു വേണ്ടിയാണ്. ജീവനത്തിൽ വന്നുപോയ സകലതരം അള്ളാഹു പൊരുത്തപ്പെട്ട് തണ്ട്. എന്നിട്ട് പിന്നെ ചൊല്ല വിഷയം എന്തിനെ കൊണ്ടുണ്ട മുഅ്മിന വമൻ യുതിഇല്ലാഹ വറസൂലഹു. ആര് അല്ലാഹുവിനെ അനുസരിക്കറാണ്, ആര് അല്ലാഹുവിന്റെ റസൂലുകൾ വഴിപ്പെടുറാണ്, അല്ലാഹു ചൊന്നതുപോലെ അല്ലാഹുവിന്റെ റസൂല് കാട്ടി തന്നതുപോലെ ആര് ജീവന നടത്തറാണ്, ഫഖദ് ഫാസ ഫൗസൻ നദീമാ. അവനു വല്ലാത്ത ഒരു വിജയത്തിലാണ്, അവനു ദുനിയാവിലും ആഖിറത്തിലും ഉന്നതമായ സ്ഥാനത്തിലാണ്. അവന്റെ പരാജയപ്പെടുത്തുന്ന ലോകത്തിന് ഒരു ശക്തിക്കും സാധ്യമില്ല. ഒരേ ഒരു രാജകീയ നേതാരണക്കും അവന്റെ സുമാറാക്കണക്കും സാധ്യമില്ല. അള്ളാഹുവിന്റെ കാരനുസരിക്കറാണ്, അള്ളാഹുവിന്റെ റസൂലുകാരനുസരിക്കറാണ്. അങ്ങ് ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ച കണ്ടില്ലേ പരിശുദ്ധമായ ബദർ രണാങ്കണ. 300 ചില്ലാരവുള്ള സ്വഹാബിക പോണാറ് നോമ്പ് കഴിഞ്ഞിട്ട് പോണേലാമത്തെ നോമ്പുലാ ബദർ രണാങ്കണത്തില് സുബ്ഹാനല്ലാഹ് ഘട്ടാണു ഘട്ടിയായ മക്കത്തെ മുശ്രിക്കീങ്ങള്, 1000 ചില്ലാരവുള്ള മുശ്രിക്കീങ്ങള്, ശസ്ത്രസജ്ജിതമായി വന്ന മുശ്രിക്കീങ്ങള്, അങ്ങനെ ഹുറുദുംബി സൊനുകോ പാട്ടുപാടി നൃത്യം പാടാൻ കനിക്കത്തെ സഹോദരിമാർ, പെണ്ണുമക്കള് എല്ലാ നിലക്കും പൂർണ്ണമായിട്ടും ഒരു യുദ്ധത്തിന് തയ്യാറായി വന്ന സൈന്യത്തെ നേരിടരെ. ആയുധമില്ലാത്ത നിറായുധരായ, ആരോഗ്യം കുറഞ്ഞു പോയേ, പോണാറ് നാള് തണ്ണി കുടിച്ചിട്ട് നോമ്പ് പിടിച്ച കനിക്കത്തെ, നോമ്പ് തുറക്കണുക പോലും പച്ച തണ്ണിയല്ലാതെ ഒന്നും കിട്ടാത്ത കനിക്കത്തെ പാവപ്പെട്ട ദുർബലന്മാരായ സ്വഹാബത്താണ്. പക്ഷേ സ്വഹാബത്തിന്റെ കയ്യിലുള്ള ഒരേ ഒരു ആയുധ അല്ലാഹുവിലുള്ള അചലമായ വിശ്വാസമാണ്, ഈമാനാണ്. പരിശുദ്ധ ഖുർആൻ ചൊല്ലുന്നു അൻതുമുൽ അലൗൻ. സ്വഹാബ വിജയിക്കര നിങ്ങമേ, ജയ നിങ്ങകെ. ആയരല്ല പോണാറായറ ഇന്നെങ്കിലും ഒരു ലാക്കാളുമാർ ഇന്നെങ്കിലും ഏത് നിലക്കുള്ള ആധുനിക ലോകത്തുള്ള ശസ്ത്രസജ്ജിതമായി വന്നാളുമാറാണെങ്കിൽ പോലും നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ചങ്ങമാ, നിങ്ങൾ അല്ലാഹുവിന്റെ വിശ്വാസത്തെ സമർപ്പിച്ചങ്ങമാ, അല്ലാഹുവിന് വേണ്ടി തഖ്വ ചെയ്തിട്ട് ജീവനത്തെ സംസ്കരിച്ച് ജീവിക്കുന്ന മുസ്ലിമീങ്ങളാ.
പരാജയപ്പെടുത്തുന്നു ലോകത്തിലൊരു ശക്തിക്കും സാധ്യയില്ല മോനെ പക്ഷേ ആരായുടെ ഈമാനുള്ള മുസ്ലിമീങ്ങള് ജീവന എങ്ങനായിട്ടുണ്ടു ഞങ്ങൾ ആദർശബോധ എവിടെ പണയപ്പെടുത്തിയത് ഞങ്ങളെ ജീവനത്തിൽ കാണ്ടകനിക്കത അനാചാരങ്ങൾ ഏത് രൂപത്തിൽ വന്നുകൂടിയതാ ലോകത്തിൽ ഒരു ശക്തിക്കും ഞങ്ങളെ സോപ്പാട്ടുക പരാജയപ്പെടുത്തുക സാധ്യമില്ല നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട മുഅ്മിനീങ്ങളാണെങ്കിൽ ഒരു നിങ്ങൾ എപ്പ അന്തസ്സോടെ ജീവിക്കണമുള്ള കനക്കത്തെ വാതാവരണ നിർമ്മാണം അവിടെ കനക്കത്തെ സമൂഹം കൊണ്ടുണ്ട നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുമാരാണെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ പേടിച്ചിട്ട് ജീവനം നടത്തുന്ന ആളുമാരാണെങ്കിൽ ആ ഷർത്തില്ലാണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ ഇസ്സത്തുള്ളങ്ങ നിങ്ങമേ ഉന്നതിയുള്ളങ്ങ നിങ്ങമേ സമാജത്തിൽ തലവയത്തി നിൽക്കൊള്ളുക അവിടങ്ങ നിങ്ങമേ ഈ സുന്ദരമായ സംസ്കാരത്തിലൂടെ ജഗത്തുകു മാർഗദർശി കാട്ടിക്കൊടുക്കുന്ന കനിക്കത്തെ വ്യക്തിത്വമുള്ള ആളുമാറ് നിങ്ങൾ ആവണമെങ്കിൽ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുഅ്മിനാകുക ഞങ്ങളുടെ സമുദായ എവിടെ സാധ്യതയുണ്ട് നിങ്ങൾ ഒന്ന് ആലോചന ഞങ്ങളുടെ സമാജ ഞങ്ങളുടെ സമുദായ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി എങ്ങനെ ജീവനം നടത്തിക്കൊണ്ടുണ്ട് എന്തായോണ്ടുണ്ട് നിങ്ങൾ ഒന്ന് ആലോചന